നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇന്ന് മൂന്നാമത്തെ ലൈവാണ്. ഇപ്പോൾ ഈ ലൈവിൽ വരുന്നത് ഇതൊക്കെ പിന്നീട് പറഞ്ഞാൽ പോരാ, ഇപ്പം തന്നെ പറയണമെന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്വകാര്യ ബസ് ജീവനക്കാരെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വരുന്നത്. എന്തായാലും ആ ബസ്സിലേക്ക് ഞാൻ കയറുകയാണ്. ബസ് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നടുവിൽ ടൗണിലാണ് നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽപ്പെട്ട ഒരു ടൗണാണ് നടുവിൽ ശ്രീകണ്ഠാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന മന്നാടിയൽ ബസ്സിന് മുന്നിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്തു കേട്ടോ. ആദ്യം ബസ്സിന് ഒന്ന് കാണാം. ഒരു കുഞ്ഞു ബസ്സാണ് കേട്ടോ, മന്നാടിയൽ, നമ്മുടെ നാട്ടുകാരൻ്റെ ബസ്സാണ്. മന്നാടിയൽ നടുവിൽ കരുവഞ്ചാൽ, നെടിയങ്ങൽ, ചെമ്പന്തൊട്ടി, പോത്തുകുണ്ട്, വയാട്ടുറുമ്പോഴേക്ക് പോകുന്ന ഒരു ബസ്. ആ ബസ് ഇവിടെ ഇങ്ങനെ അവരെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ 4 പേര് നിൽക്കുന്നതാണ്. ഈ ബസ്സിലെ ജീവനക്കാരൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത് ഈ ബസ്സിനുള്ളിലേക്കൊന്ന് കയറിയാലോ. ഈ ബസ് ഉള്ളിലേക്കാണ് കേട്ടോ, ആളൊഴിഞ്ഞ ഒരു ബസ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും എല്ലാവരും അറിയണമെന്നില്ലല്ലോ. ചേട്ടന്മാരെ ഇങ്ങോട്ട് കയറാലോ. തോന്നല്ലേ, ഒരു കുഞ്ഞു ബസ് കേട്ടോ. ആ ബസ്സിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ഒരു സംഭവം നിങ്ങളെ അറിയിക്കാനാണ് ഞാനിപ്പോൾ വരുന്നത്. നമുക്ക് ഈ സീറ്റിലിരുന്നാലോ? ഇങ്ങോട്ടിരുന്നോ? എല്ലാവരും ഇരുന്നോ? അവിടെ നിങ്ങളുടെ സീറ്റൊക്കെ ഇരുന്നു. നമുക്ക് ആൾക്കാരൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഒട്ടേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാരെ കുറിച്ച് പറയുമ്പോൾ എനിക്കേറെ അഭിമാനമുണ്ട്. ഞാൻ ഇതിനു മുമ്പും കുറേ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ തൊഴിലാളികൾ. ഇവരൊക്കെ രാവിലെ എത്ര മണിക്ക്? 12 മണി. അല്ല, നിങ്ങൾ എത്ര മണിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങും? 8:30 ഇവിടെ എത്തും. 7:00 തുടങ്ങും സ്റ്റാർട്ടിങ് അല്ലേ? വണ്ടി 8 മണിക്ക് തുടങ്ങും. 7:00 രാവിലെ എഴുന്നേക്കണം. വീട്ടിലെത്തുമ്പോൾ 9 മണിയൊക്കെ ആവും അല്ലേ? അതെ. ഈ തൊഴിലാളികൾ, ഈ ബസ് ജീവനക്കാരെന്ന് പറയുന്നവര് രാവിലെ എഴുന്നേൽക്കും, എന്നിട്ട് വൈകി ഉറങ്ങും. അങ്ങനെ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലേ? അവർക്കാണ്, അവരുടെ കയ്യിലാണ് ഇന്ന് 5 ലക്ഷം രൂപ കിട്ടിയത്. 5 ലക്ഷം രൂപ എവിടെ വെച്ചാൽ കിട്ടിയേ? ഈ സീറ്റില്ല, ഇത് ഇരിക്കുന്ന സീറ്റിന്റെ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇത് ഈ സീറ്റിന്റെ അടിയില് ഒരു ബാഗ് അല്ലേ, തുണിസഞ്ചി, അത് അവിടെ ഇരിക്കുവായിരുന്നു. അപ്പം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പം അവിടെ തന്നെ ഇരിപ്പുണ്ട്, ആരും എടുത്തൊന്നും പോയില്ല. ഞങ്ങൾ ഭദ്രമായിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു, അവർക്ക് കൈമാറി. ജോഷി അല്ലേ പേര്? എന്റെ പേര് ജോഷി. ഡ്രൈവറാണ് വണ്ടിയുടെ അല്ലേ? ഡ്രൈവർ. ഈ ഇരിക്കുന്ന സീറ്റിൽ, അതായത് ഇവിടുന്ന് 3ാമത്തെ സീറ്റിലാണ്. ഈ സീറ്റിന്റെ അടിയിൽ ഒരു തുണിസഞ്ചി. ആ തുണിസഞ്ചി ഉച്ചക്കത്തെ ട്രിപ്പില് അവര് ആളുകൾക്ക് ഇറങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു തുണിസഞ്ചി കാണുന്നു. അതിന് മുമ്പ് ഒരു സംഭവം നടന്നു അല്ലേ? എന്താണ് പേരെന്താ? എന്റെ പേര് ജെന്റിൽ. ജെന്റില് ഈ ബസ്സിലെ കണ്ടക്ടറാണ്. ഞാനിപ്പോ കാലിന് വയ്യാത്തോണ്ട് ലീവായിട്ടിരിക്കും. അപ്പൊ നിങ്ങളാണ് വിളിക്കുന്നത്? എന്നെയാണ് ജെറി വിളിച്ചത്. ജെറി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം വണ്ടിക്കകത്തുണ്ടായിരുന്നു. 3ാമത്തെ സീറ്റിലായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സീറ്റിലിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഒരു സഞ്ചി ഇരിപ്പുണ്ട്. അതിന്റെ ഇപ്പുറത്ത് ഒരു ചേച്ചി ഇരിപ്പുണ്ട്. പക്ഷെ ആ ചേച്ചി അത് നോക്കിയിട്ടില്ല. വണ്ടിയിൽ നിന്ന് ഞാൻ വേഗം ആ സഞ്ചിയെ ചേച്ചിയുടെ ആണോന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എന്റെ അല്ലാന്ന് പറഞ്ഞു. അല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബാഗ് എടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് അതിന്റെ പൈസ കാണുന്നത്. പൈസ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ഒത്തിരി പൈസ ഉണ്ടായിരുന്നു, കുറച്ചധികം പൈസ. 50,000 രൂപയുടെ കെട്ടുകളാണ്. പേരെന്താ? ബിജു അല്ലേ? ഈ ക്ലീനറാണല്ലേ? ഇത് കണ്ടപ്പോ ഒരു വിഷമായോ? പിന്നെ കണ്ടക്ടറാണല്ലേ? പേരെന്ന് പറഞ്ഞേ? ജയ്മോൻ. നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ജയ്മോനെ. പിന്നെ ഇതെങ്ങനെയാണ് ഈ വിവരം കിട്ടുന്നത്? ഈ വിവരം കിട്ടുന്നത് ഫോൺ കോളിലൂടെ ആയിരുന്നു. എനിക്കല്ല വന്നേ, പുള്ളിക്ക് വന്ന സുഹൃത്തിനെ വന്നു. പുള്ളി വന്ന് നോക്കുമ്പോ ഈ സീറ്റിന്റെ അടിയിൽ സഞ്ചിക്കകത്ത് പൈസ ഉണ്ടായിരുന്നു. ഇവിടെ ആളും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവരുടെ അല്ലാന്ന് പറഞ്ഞു. അന്നേരം എടുത്തു നോക്കുമ്പോഴേ ഈ പൈസ കാണും. അതോട് പിറകിൽ കോളും കൂടി വന്നപ്പം സമാധാനമായി. അത് എങ്ങനെയാണ്, എവിടെയാണ് ഏൽപ്പിച്ചത്? ശ്രീകണ്ഠാപുരം സ്റ്റേഷനിൽ വണ്ടി ടൈമിൽ പോകേണ്ടതുകൊണ്ട് ഞാനായിരുന്നു ശ്രീകണ്ഠാപുരം സ്റ്റേഷനിൽ പോയത്. ശ്രീകണ്ഠാപുരം സ്റ്റേഷനിൽ പോയിട്ട് അവിടെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അന്നേരത്തേനും ഈ ഈ പൈസയുടെ നഷ്ടപ്പെട്ട ഒരു പെണ്ണുങ്ങളുടെ ആയിരുന്നു. ആ പെണ്ണുങ്ങൾ അവിടെ സ്റ്റേഷനിൽ വന്നു. അവർക്ക് അവിടുന്ന് കൈയോടെ തന്നെ കൈമാറുകയായിരുന്നു. അങ്ങനെ 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ വേണ്ടി വന്നില്ല അല്ലേ? മണിക്കൂർ വേണ്ടിയില്ല, മിനിറ്റുകൾക്ക്, അരമണിക്കൂർ കൊണ്ട് തന്നെ യഥാർത്ഥ ഉടമയ്ക്ക് അത് ലഭിച്ചു. അതിന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മളിപ്പോ ഈ ഒരു 1000 രൂപ നഷ്ടപ്പെട്ടാലുള്ള വിഷമം അല്ലേ? ചേച്ചിക്ക് അത് സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. തിരിച്ചു കിട്ടിയപ്പോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ലാന്നാ ചേച്ചി പറഞ്ഞു. പിന്നെ ബസ് ചെറിയ വണ്ടി ആയതുകൊണ്ട് എന്തായാലും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് കിട്ടിയത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ചേച്ചി പോയത്. വലിയ നന്ദി പറഞ്ഞു. അതിനപ്പുറത്താണ് ഇവർ ചെയ്ത പ്രവർത്തനം. ഈ ബസ് ജീവനക്കാര് അവരുടെ കണ്ണൊന്ന് തെറ്റിയിരുന്നെങ്കിൽ ഇതിൽ വേറെ യാത്രക്കാരെടുത്തിട്ട് പോയാൽ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ദൈവകൃപ കൊണ്ട് അത് ഇവർക്ക് അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് ലഭിക്കാനിടയായി. നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഒരുപാട് ജീവനക്കാരുണ്ട് കേട്ടോ.
ഈ ജീവനക്കാരെയൊക്കെ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്ത് അഭിനന്ദിക്കണം. എന്തായാലും ഈ നിൽക്കുന്ന ബസ് ജീവനക്കാർക്ക് എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തറിയാനാണ് അല്ലേ? നമ്മുടെ നാട്ടിലെ അല്ലേ, നമ്മുടെ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വളയം പിടിച്ച് വീട് പുലർത്തുന്നവർ, അവരിൽ ചില ആളുകൾ, കെട്ട ആളുകളുണ്ടാവും, വളരെ കുറച്ചു പേർ മാത്രമാണ്. പക്ഷേ ബഹുഭൂരിപക്ഷവും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ. അവരാണ് ഈ എനിക്ക് മുന്നിലിരിക്കുന്ന ഈ 4 വർഷം കഴിഞ്ഞു. എന്തായാലും മണ്ണാടിയൽ ബസ്സിനും ബസ്സിലെ ജീവനക്കാർക്കും അതിന്റെ മുതലാളിക്കും അതുപോലെ തന്നെ ഈ ബസ്സിലെ യാത്ര ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ആ ചേച്ചി, നിങ്ങൾ ഭാഗ്യവതിയാണ്. ലോട്ടറി അടിക്കുന്നതിനപ്പുറത്താണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയത്. എന്തായാലും സല്യൂട്ട് ബ്രോസ് എന്ന് ഡിൽജിത്ത് പറയുന്ന പോലെ സല്യൂട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.